പാവം പക്ഷികൾ. ഞാനൊരു സീരിയസ് ആണെന്ന് ഗീതയ്ക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? ശരിയാണ്. പണ്ടൊക്കെ മരംകുത്തികളുടെ നീണ്ട കഴുത്തിൽ കൃത്യമായി ഞാൻ കല്ലെറിഞ്ഞു കൊള്ളിക്കുമായിരുന്നു. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് കുട്ടിക്കാലം തിരികെ കിട്ടിയ പോലെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. നിന്നോട് പറയാൻ പലതും ഞാൻ ഓർത്തു വെച്ചാണ്. ഇങ്ങനെ നോക്കാനാണ് എനിക്കിഷ്ടം. നിന്റെ ഒരു പടം വരയ്ക്കട്ടെ? വെറുതെ എത്ര ദിവസമായി പറയുന്നു. മനുഷ്യന്റെ മുഖം വരയ്ക്കാൻ എനിക്ക് മടിയാണ്. അമ്മയുടെ ചിത്രം ഞാൻ ഒരിക്കൽ വരച്ചു. ഓർമ്മയിൽ നിന്നാണ് അവരുടെ ഛായ ചികഞ്ഞെടുത്തത്. അമ്മയുടെ മരണത്തിന് ശേഷം ഒരു സ്ത്രീയും എന്നെ സ്വാധീനിച്ചിട്ടില്ല, ഇളയമ്മ പോലും. പക്ഷെ നീ ഹോസ്റ്റലിന് കള്ളം പറഞ്ഞിറങ്ങിയതാണ്. താമസിച്ചാൽ മീറ്റർ വഴക്ക് പറയും. ഹോസ്റ്റലും മീറ്ററും ഇപ്പോഴല്ല, മുമ്പും ഞാൻ നിന്നെപ്പറ്റി പലതും കേട്ടിട്ടുണ്ട്. എവിടെയാണ് നിന്റെ തകരാറ്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? നിന്റെ ഓരോ ദുസ്വാതന്ത്ര്യവും എന്റെ അധികാരത്തിന്റെ ബലത്തിലാണെന്നേ ആളുകൾ വ്യാഖ്യാനിക്കൂ. But I haven't broken any rules. ഇന്ന് നിന്റെ കൂടെ ബീച്ചിലുണ്ടായിരുന്ന പെൺകുട്ടി ഏതാണ്? ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിന്റെ ഈ ചാവല്യങ്ങൾ നിന്നെ എവിടെ കൊണ്ടെത്തിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇതൊക്കെയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നിനക്ക് അയാൾ അത്ര ഇഷ്ടവും വിശ്വാസമുണ്ടെങ്കിൽ ആരറിഞ്ഞാലും ഒന്നുമില്ലെന്ന് തന്റെ ഇടം വേണം. അല്ലെങ്കിൽ കടപ്പുറത്തും പാർക്കിലും പ്രേമ നാടകം കളിച്ച് നടക്കാതിരിക്കണം. എനിക്ക് രാജുവിന് വിശ്വാസമാണ്. പട്ടണത്തിന്റെ എല്ലാ പുറംപൂച്ചകളും കണ്ടവളാണ് ഞാൻ. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാമായിരുന്നതുകൊണ്ട് ഞാനിതെല്ലാം വെറും തമാശയായേ വിചാരിച്ചിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരം പോക്കായി കാണാൻ എനിക്ക് വയ്യ. വെറുതെ അതും ഇതും ആലോചിച്ച് പഠിക്കാനുള്ള സമയം കളയണ്ട.
അയാൾക്ക് നിന്നോട് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരുമായി ആലോചിച്ച് നേർവഴിക്ക് പോകട്ടെ. രാജുവിനോട് പറയാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അയ്യോ വേണ്ട. എങ്കിൽ മര്യാദക്കിരുന്ന് പഠിക്ക്, അല്ലെങ്കിൽ കിടന്നുറങ്ങും. എനിക്ക് നേരത്തെ ഓഫീസിൽ പോകണം. ഗുഡ് നൈറ്റ്. ആ, എന്തായി? വല്ലതും തടഞ്ഞോ? ഓ തടഞ്ഞു. എവിടെ? വേണ്ട. ആലപ്പുഴ പെണ്ണ് കേസിലെ പുള്ളിയുടെ ഫോട്ടോ കിട്ടിയോ? ഇല്ല സാർ. എന്നാ വേറെ ഏതെങ്കിലും ഒരു പടം എടുത്ത് വെച്ച് കാറ്റുന്നു. ഓ അധികം തെളിക്കണ്ട. ഓ ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്കത്തിന് ഇതൊക്കെ അവിടെ മാറ്റി വെക്കുന്നു. ഞാൻ വേറെ ഒന്ന് രണ്ട് ന്യൂസിൽ എഴുതി തരാം. ഓ ആ, എവിടെ താൻ കൊണ്ടുവന്ന സാധനങ്ങൾ? ഇതാ നമ്മുടെ നശിച്ച സാമൂഹ്യ വ്യവസ്ഥതയുടെ പച്ചയായ രണ്ട് മുഖങ്ങളാണ് ഈ ചിത്രങ്ങൾ. രാവിലെ ഫ്ലൂക്ക് ചെയ്ത് കിട്ടിയതാ. ഉടനെ ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി ഇനി കൊണ്ടുവന്നു. സാമൂഹ്യ വ്യവസ്ഥയുടെ പച്ചയായ മുഖം കണ്ടോ? ആണുങ്ങൾ അടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു വീറ ചെറുക്കന്റെ പടമെടുത്തതിന് കിട്ടിയത് ഇതാ. ഒരു നല്ല പടത്തിന് കിട്ടിയാലെന്താ? കാശ് കൈ വരുമ്പോ എല്ലാ വേദനയും മാറും. മറ്റേ വിഷയവും താൻ കാര്യമായൊന്ന് ആലോചിക്കുക. ഏത്? മാന്യന്മാരുടെ രഹസ്യം. പക്ഷേ കുറച്ചു മെനക്കേറുണ്ട്. ദൈവം തമ്പുരാൻ പോലും അറിയാതെ ചോർത്തണം. ഒത്ത പടവും കാച്ചണം. രണ്ടാ ഫലം. പത്രം ചിലവാകും. ഇല്ലെങ്കിൽ പറയുന്ന കാശ് തന്ന് അവനൊക്കെ അവന്റെ മാന്യത വിലയ്ക്ക് മേടിച്ചുകൊണ്ട് പോകും. മനസ്സിലായോ പുത്തൂസെ? ഓ മനസ്സിലാകുന്നുണ്ടേ. ഞാൻ എങ്ങനെങ്കിലും ജീവിച്ചു പോകുന്ന സാറിന് ഇഷ്ടപ്പെടുന്നില്ലല്ലയോ? ജീവിക്കുന്നേ അന്തസ്സായിട്ട് ജീവിക്കണം. അതിനാ കാശ് വേണോന്ന് പറയുന്നത്. മോട്ടിക്കാതെയും കള്ളനോട്ടടിക്കാതെയും പിടിച്ചു പറിക്കാതെയും അതുണ്ടാക്കാനുള്ള ബുദ്ധിയാ ഞാനീ പറയുന്നത്. ഹോ, തന്നെ പോലൊരു കിഴങ്ങൻ. രാജു, നീ എവിടെ പോകുന്നു? എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. എവിടെ പോയാലും കൊള്ളാം, വൈകിട്ട് നേരത്തെ എത്തണം. സന്ധ്യയായ കുടിച്ചു ചാവണമെന്നല്ലാതെ കാര്യവിവരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് മിടുക്കുണ്ടോ? ആ ഞാൻ ഇങ്ങനെ ഒരു കോന്തനായി പോയി. അതിനിപ്പോഴെന്തോ വേണം? കുറെ കൂടി കഴിവുള്ള ഒരുത്തനെ തപ്പിയെടുത്ത് കല്യാണം കഴിക്കേ? ഉള്ളത് പറയുമ്പോ എന്തിനാ എന്റെ മെക്കിട്ട് കയറുന്നത്? പിന്നെ അയാൾക്ക് തുണി ഉടുക്കാത്ത പെമ്പിള്ളേരുടെ പടം വേണമെന്ന്. ഇല്ലെങ്കിൽ മാന്യന്മാരുടെ രഹസ്യം. ഞാൻ ഇതൊക്കെ എവിടെ പോയി ഉണ്ടാക്കാനാ? അതാ പറഞ്ഞു വരുന്നത്. ഏത്? മാന്യന്മാരുടെ രഹസ്യം ബുദ്ധിയായിട്ട് ചെയ്യാവോ? അല്ലേലും അതെനിക്ക് കുറച്ച് കമ്മിയാണെന്ന് എനിക്ക് അറിയാവല്ലോ. ആ എന്നിട്ട് കടപ്പുറവും പാർക്കും സിനിമക്കൊട്ടയും ഒക്കെയാ പണക്കാര് പിള്ളേര് രഹസ്യമായി പ്രേമിക്കാൻ വരുന്ന സ്ഥലങ്ങള്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ചുമ്മാ കണ്ണും പിടിച്ച് നടന്നാ പോരാ, കാണണം. എടിയേ, എനിക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ. എങ്ങനെ ബുദ്ധി വരുന്നേ? ഇങ്ങനെ ലക്കില്ലാതെ കുടിച്ച് എല്ലാം മരച്ചു കാണും. അത്താഴം വേണേ വന്ന് കഴിക്കും. ഏതായാലും ഇന്ന് നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടിയ ദിവസമാണ്. വേണ്ട. മാങ്ങ നല്ല എരിവ്.